നല്ല ലക്ഷറി ആയി ഇന്റീരിയർ വാൾ പാനൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് ബാംബു ചാർക്കോൾ ബോർഡ്. ഇത് ബാംബു ചാർക്കോളിന്റെ ഒരു കോറും അതുപോലെ PVC ഒരു ലാമിനേഷനും ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കണ്ടോ, ഇതിന്റെ മാർബിൾ ഡിസൈനിൽ, പ്ലെയിൻ കളേഴ്സ്, ജൂട്ട് ഗ്രേ ഡിസൈനിൽ, അതുപോലെ ടീ കളറിൽ, ഇങ്ങനെ പല കളേഴ്സിൽ ഇത് ലഭ്യമാണ്. ഇത് ഫിക്സ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. അത് ഞാനൊന്ന് ഡെമോ കാണിച്ചു തരാം. ഇതൊരു സിലിക്കോൺ ആണ്, ഇത് അഡസീവ് ആണ്. നമ്മൾ ഇത് വെച്ചാണ് ഈ ഷീറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ അഡസീവ് ഇതേപോലെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ നേരെ എടുത്ത് ഇതിലേക്ക് മതിലിലേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇതിന്റെ ഫിക്സിങ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ജോയിന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതേപോലത്തെ കുറച്ച് സെക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോ സെൻട്രൽ ജോയിന്റ്, അതുപോലെ എൻഡ് ക്യാപ്പ്, അതുപോലെ കോർണർ വരണോടത്ത്, ഇന്നറും ഔട്ടറും കോർണർ വരണോടത്തൊക്കെ കൊടുക്കാൻ പറ്റിയ പ്രത്യേകം സെക്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാനിത് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് ഇനി ഷീറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ട സമയത്ത് നമ്മൾ ഈ സാധനം ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ജോയിന്റ് കൊടുക്കാനായിട്ട് വരുന്ന ഷീറ്റ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇതേപോലെ ഒരു ലൈൻ കിട്ടും, നല്ല ഡെക്കറേറ്റീവ് ആയിരിക്കും. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഷീറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു കോർണർ, ഇതേപോലെ ഒരു കോർണർ വരുവാണെങ്കിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുള്ള സെക്ഷനാണ് ഇത്. ഒരു കോർണർ സെക്ഷൻ ഉണ്ട്. ആ കോർണർ സെക്ഷൻ നമ്മൾ ആദ്യം ഇങ്ങനെ പിടിപ്പിക്കുന്നു. അത് ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ക്രൂ ചെയ്യാം. ഇവിടെ സ്ക്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സിലിക്കോണിൽ ഇത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഷീറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. കറക്റ്റ് കോർണർ നമുക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് ലൈനിങ് നമുക്ക് കിട്ടും. ഇതേപോലെ ഒരു ഇന്നർ കോർണറിൽ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെക്ഷനാണ് ഇന്നർ കോർണർ സെക്ഷൻ. ഇതിൽ നമ്മൾ ഇതേപോലെ ഷീറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇന്നർ കോർണറിൽ നമുക്ക് ഇങ്ങനെ വരും. ഇതുപോലൊരു എൻഡിൽ നമ്മളിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സെക്ഷനാണിത്, ഈ എൻഡ് സെക്ഷൻ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഷീറ്റ് പേസ്റ്റ് ചെയ്യാം. ഇതിന്റെ പുറത്തൊരു ലാമിനേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വർക്ക് കഴിയുമ്പോൾ ഉടനെ നമുക്ക് ഈ ലാമിനേറ്റഡ് ഭാഗം ഇങ്ങനെ നീക്കം ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിന്റെ എക്സാക്ട് ഫിനിഷ്. ഇതിന്റെ തിക്നെസ് നമുക്കിപ്പോ അവൈലബിൾ ഉള്ളത് 5 mm, 8 mm, 18 mm. ഇതിന്റെ പർപ്പസ് വരുന്നത്, ഇപ്പൊ വാള് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത് നമുക്ക് 5 ഉം 8 ഉം 5 mm 8 mm നമുക്ക് വാൾ ഡെക്കറേഷൻ വേണ്ടി ഉപയോഗിക്കാം. ഈ ബാംബു ചാർക്കോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാംബു ചാർക്കോൾ കോർ ഉണ്ട്. അത് കൂടാതെ അതിന്റെ പുറത്ത് ഒരു PVC ലാമിനേഷൻ ഉണ്ട്. ഈ PVC ലാമിനേഷൻ ഈ വൺ സൈഡിലാണ് വരുന്നത്. വൺ സൈഡിൽ നമുക്ക് കളർഫുൾ വരും, മറ്റേ സൈഡ് നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗിൽ വരും. അപ്പൊ ബോത്ത് സൈഡ് ശരിക്കും ലാമിനേഷൻ ഉണ്ട്, എന്നാൽ ഒരു സൈഡ് ആയിരിക്കും ഇതിന്റെ കളർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ 18 mm ഉപയോഗിക്കുന്നത് ഒരു വാർഡ്രോബിന്റെ സ്ലൈഡിംഗ് ഡോറിന് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്ലൈവുഡ്, നമ്മൾ സാധാരണ ഡോർ ചെയ്യുന്ന ഒരു പ്ലൈവുഡ് എടുത്തിട്ട് 18 mm പ്ലൈവുഡ് എടുക്കും. അതിന് പുറത്ത് നമ്മൾ മൈക്ക ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സാധാരണ ഡോർ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ 18 mm ബാംബു ചാർക്കോൾ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഡോറിന്റെ സൈസിൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് നേരെ ഡോർ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വർക്ക്മാൻഷിപ്പ് വളരെ കുറയുന്നതാണ്. അതുപോലെ കോസ്റ്റ് നമുക്ക് വളരെ സേവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സാധാരണ പ്ലൈവുഡിൽ നമ്മൾ വാൾ പാനലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോറൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ അത് കുത്തിപ്പോകുമെന്ന് പറയും, നമ്മൾ ഇങ്ങനെ ചെതലായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ ഈ ബാംബു ചാർക്കോൾ ആയതുകൊണ്ട് തന്നെ, ഈ ചാർക്കോൾ ബാംബുവിന്റെ ഈ ഒരു കോറ് ആയതുകൊണ്ട് തന്നെ, അതിന്റെ പുറത്ത് PVC ലാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ചെതലരിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ അത് കൂടാണ്ട് വേറെ അഡ്വാൻറ്റേജ് ആണ്, ഇത് വാട്ടർ പ്രൂഫ് ആണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം ഇതിലൊഴിച്ചാലും ഒരു പ്രശ്നമില്ല. ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ്. നമുക്ക് വെള്ളം മുക്കി തുടക്കാം, അതുപോലെ ഒഴിച്ച് കഴുകാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കളേഴ്സ് നമ്മൾ പറയുന്നത്, ഇതിപ്പോ ഏഞ്ചൽ വൈറ്റ് എന്ന് പറഞ്ഞ ഈ കളർ ഉണ്ട്. അമേരിക്കൻ ഓക്ക് എന്ന് പറഞ്ഞ ഈ കളർ, അത് ഇതാണ് ഓക്ക് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്. പിന്നെ മാർബിൾ ഡിസൈൻ ആയിട്ട് വരുന്നതാണിത്. ഇത് മൊറാണ്ടി എന്ന് പറഞ്ഞൊരു കളറാണ്. ഇത് വൈറ്റ് ഗ്ലോസി വൈറ്റ് ആയിട്ടുള്ള കളർ.